കേരളം ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ഡിഗ്രിയുള്ള ചെറുപ്പക്കാർക്കിടയിൽ ഒരു വലിയ പ്രതിഷേധം നിശബ്ദമായി അലയടിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളൊക്കെ അതിനകത്ത് പെടാനും സാധ്യതയുണ്ട്. ആരെങ്കിലും ഒരാളോട്, ഡിഗ്രിയുള്ള ഒരാളോട് ഇങ്ങനെ ചോദിക്കുന്നു, നിനക്ക് ഡിഗ്രിയൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടും ജോലിയായില്ലേ? ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി ചിലപ്പോൾ ഒരു ചിരി മാത്രമായിരിക്കും. അതിലല്പം തോൽവിയും കുറച്ച് പ്രതീക്ഷയും കാണാം. 15ഉം അതിലധികവും വർഷം പഠിച്ച് ഉറക്കവും സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ച് നേടിയെടുത്ത സ്വർണ്ണ അക്ഷരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വീടിന്റെ സ്വീകരണ മുറിയിൽ തൂക്കിയിട്ടിട്ടും പലരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ യഥാർത്ഥ പ്രശ്നം നമ്മുടെ പരിശ്രമത്തിന്റെ കുറവൊന്നുമല്ല, മറിച്ച് നമുക്ക് നൽകപ്പെട്ട പൊള്ളയായ വാഗ്ദാനങ്ങളുടേതാണ്. ഇത് ഒരാളുടെ മാത്രം കഥയുമല്ല, കേരളത്തിലും ഇന്ത്യയിലുമുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ തകർന്ന സ്വപ്നങ്ങളുടെ കഥയാണ്. ഡിഗ്രികൾ ജോലിയിലേക്കും അറിവ് അതിജീവനത്തിലേക്കും നയിക്കാത്ത ഒരവസ്ഥയുടെ കഥ. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള ഏതൊരു ട്രെയിൻ കയറിയാലും ഏകദേശം 25 വയസ്സ് അറൗണ്ടുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിനെ PSC റാങ്ക് ഫയലുമായിട്ട് കാണാൻ കഴിയും. യന്ത്രങ്ങൾ നിർമ്മിക്കാൻ സ്വപ്നം കണ്ട ഒരാളായിരിക്കും. അടുത്ത വർഷം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സർക്കാർ ജോലിക്കായി കാത്തിരിക്കുകയാണ്. ആലപ്പുഴയിലുള്ള അഞ്ജലി എന്ന് പറയുന്ന ഒരു വ്യക്തി സാങ്കല്പിക കഥാപാത്രമാണ്. പക്ഷേ സുവോളജി ഡിഗ്രി എടുത്ത ഒരാളായിരിക്കും. വന്യജീവികളെ സ്നേഹിച്ച അവൾ ഒരു കൺസർവേഷനിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ആ കുട്ടി ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടി ആർക്കോ വേണ്ടി സംസാരിക്കുന്നു, അത് തുച്ഛമായ ശമ്പളത്തിന്. അതുപോലെ തന്നെ MBAക്ക് 87% മാർക്ക് നേടിയിട്ടും മാസം 9,000 രൂപയിൽ കൂടുതൽ ശമ്പളമുള്ള ജോലി കണ്ടെത്താൻ പാടുപെടുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം എല്ലാ ജോലിക്കും പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അത് ഒരു ഡിഗ്രിയും നൽകുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഡിഗ്രികൾ സത്യത്തിൽ യൂസ്ലെസ് ആണോ? അതോ മാറാൻ മടിക്കുന്നൊരു സംവിധാനം അവയ്ക്കുള്ള ശക്തി കവർന്നെടുക്കുന്നുണ്ടോ? ഓരോ വിദ്യാർത്ഥിയുടെയും ചിരിക്ക് പിന്നിൽ ആശയക്കുഴപ്പത്തിൻ്റെയും കാലതാമസത്തിൻ്റെയും ചിലപ്പോൾ വഞ്ചനയുടെയും കഥകൾ പറയാനുണ്ടാവും. നമ്മൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളും അധ്യാപകരും ബന്ധുക്കളും എല്ലാം ഒരേ കാര്യം ആവർത്തിച്ച് പറഞ്ഞു: നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ജീവിതം സുരക്ഷിതമാവും. ഈ 3 വരികൾക്ക് പിന്നിൽ വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം എല്ലാ വാതിലുകളും തുറക്കുന്ന ഒരു മാന്ത്രിക താക്കോലാണെന്നുള്ള സ്വപ്നം. നല്ല ജോലി, സുരക്ഷിതമായ ഭാവി, സമൂഹത്തിൽ നിന്ന് ബഹുമാനം എന്നിവയെല്ലാം അതുകൊണ്ട് നേടാമെന്ന് വിശ്വസിച്ചവരാണ് കൂടുതലും. കേരളത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പവിത്രമായ ഒരു കാര്യമാണ്. 96% സാക്ഷരതയുള്ള നമ്മൾ അതിൽ വളരെയധികം അഭിമാനിക്കുന്നുണ്ട്. മാതാപിതാക്കൾ ജീവിത സമ്പാദ്യം മുഴുവൻ മക്കളുടെ പഠനത്തിനായി മാറ്റിവെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം പതിറ്റാണ്ടുകളോളം വിദ്യാഭ്യാസം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ മലയാളികളെ സഹായിച്ച ഒരേ ഒരു മാർഗമായിരുന്നു. 1980കളിലും 90കളിലും ഒരു ഡിഗ്രിക്ക് വലിയ വിലയുണ്ടായിരുന്നു. ഗൾഫിലേക്കുള്ള കുടിയേറ്റം, ജോബ് സെക്യൂരിറ്റി, വിവാഹ വിപണിയിലെ മൂല്യം, സാമൂഹിക പദവി എന്നിവയെല്ലാം അത് നൽകി. എന്നാൽ കാലക്രമേണ കാര്യങ്ങൾ മാറി. എഞ്ചിനീയറിംഗ് സീറ്റുകൾ വർദ്ധിച്ചു. സ്വകാര്യ കോളേജുകൾ കൂണുപോലെ മുളപൊട്ടി വന്നു. എല്ലാവർക്കും എഞ്ചിനീയറും നഴ്സും MBAക്കാരും ഡോക്ടറും ഒക്കെ ആകണമായിരുന്നു. പക്ഷെ അവർക്കായി ജോലികൾ കാത്തിരിക്കുന്നുണ്ടോ എന്നാരും ചോദിച്ചില്ല. ഇതിന്റെ ഫലമായി ഒരു തലമുറ മുഴുവൻ എൻട്രൻസ് കോച്ചിങ്, ഡിഗ്രി ഒപ്പിക്കുക, PSCക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നിങ്ങനെയുള്ള വലയത്തിൽ അകപ്പെട്ടുപോയി. അവർ മടിയന്മാരായതുകൊണ്ടല്ല, മറിച്ച് അവർക്ക് മുന്നിൽ ഈ ഒരൊറ്റ വഴി മാത്രമേ തുറന്ന് കാണുന്നുള്ളൂ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സയൻസ് പഠിക്കൂ, അതിനാണ് സാധ്യത കൂടുതലെന്ന് പറഞ്ഞു. പക്ഷെ ആ സാധ്യത എന്താണെന്ന് ആരും പറഞ്ഞിരുന്നില്ല. ഡിഗ്രി എടുക്കൂ, ജോലി കിട്ടൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ ജോലി എങ്ങനെ നേടണമെന്ന് ആരും കാണിച്ചു തന്നില്ല. MBA വലിയ സംഭവമാണ് എന്ന് പലരും പറഞ്ഞു. പക്ഷേ ഒരു ബിസിനസ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നടത്തേണ്ടതെന്നും അതിലെന്താണ് പഠിക്കേണ്ടതെന്ന് ആരും പറഞ്ഞു തന്നില്ല. അങ്ങനെ വിദ്യാഭ്യാസം ഒരു പ്രതീക്ഷയുടെ വിമാനയാത്രയാണ് വാഗ്ദാനം ചെയ്തത്. പക്ഷെ അവസാനം കിട്ടിയത് ബോർഡിംഗ് പാസ് ഇല്ലാത്ത ഒരു കാത്തിരിപ്പ് മുറി മാത്രം. ഒരുപക്ഷെ നമ്മളോട് ഏറ്റവും വലിയ നുണ കൂടുതൽ ഡിഗ്രികൾ കൂടുതൽ വിജയം നൽകും എന്നും പറഞ്ഞതായിരിക്കണം. എന്നാൽ സത്യത്തിൽ കൂടുതൽ ഡിഗ്രികൾ പലപ്പോഴും കൂടുതൽ ആശയക്കുഴപ്പവും കടവും കാലതാമസവുമാണ് ജീവിതത്തിൽ തരുന്നത് എന്നെനിക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മളോട് മാർക്കുകൾക്ക് പിന്നാലെ പോകാൻ പറഞ്ഞു, വസ്തുതകൾ മനഃപ്പാഠമാക്കാൻ പറഞ്ഞു, പരീക്ഷകളിൽ ഭംഗിയായി എഴുതാൻ പറഞ്ഞു. നമ്മളത് ചെയ്തു, ഉത്തരക്കടലാസുകൾ നിറച്ചു, ചോദ്യവാങ്കുകൾ പഠിച്ചു, അവസാനം ഒരു ഡിഗ്രി നേടി. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ പഠിച്ചത്? പാലക്കാട്ടെ ഒരു കോളേജിൽ നിന്നും പുതുതായി ബിരുദം നേടിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് എഞ്ചിൻ കൂട്ടിയോജിപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ കൊച്ചിയിലെ ഒരു ബിരുദധാരിയോട് സോഹോയിലോ ബുക്സിലോ യഥാർത്ഥ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ പറഞ്ഞ കണ്ണൂരിലെ ഒരു കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയോട് പ്രവർത്തനക്ഷമമായ ഒരു ആപ്പ് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട മിക്കപ്പോഴും മൗനമോ തോളനക്കമോ പരിഭ്രമത്തോടെയുള്ള ചിരിയോ ആയിരിക്കും മറുപടി. ഇതിന് കാരണം വിദ്യാർത്ഥികളല്ല, അവരെ പരാജയപ്പെടുത്തിയത് ഈ സംവിധാനമാണ്. കേരളത്തിലെ പല സർവകലാശാലകളിലും പഠിപ്പിക്കുന്നത് കാലഹരണപ്പെട്ട കാര്യങ്ങളാണ്. വർഷങ്ങളോളം സിലബസ് മാറിയിട്ടില്ല. 1998 എഴുതിയ പാഠപുസ്തകത്തിൽ നിന്നാണ് ഇപ്പോഴും CPP പഠിപ്പിക്കുന്നത്. യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം നിർവചനങ്ങൾ മനഃപ്പാഠമാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ വ്യത്യാസമുള്ള സാഹചര്യങ്ങളും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പൊതുവിൽ പറഞ്ഞു വരുന്നതാണ്, ഒരുപാട് പേരുടെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. പ്രൊഫസർമാർ സ്ലൈഡുകൾ നോക്കി വായിക്കുന്നു, അല്ലെങ്കിൽ നോട്ട് ഫോട്ടോ കോപ്പി എടുത്ത് അല്ലെങ്കിൽ എടുക്കാൻ പറഞ്ഞിട്ട് എല്ലാവരെയും കൊടുത്തിട്ട് അത് വായിക്കുന്നു. അതും അല്ലെങ്കിൽ ഇക്വേഷനുകൾ പേപ്പറിൽ നോക്കി ബോർഡിൽ അതേപോലെ പകർത്തി വെച്ചിട്ട് ബുക്കിൽ എഴുതിയെടുത്ത് കാണാപ്പാഠം പഠിക്കാൻ പറയുന്നു.
പരീക്ഷകൾ ഓർമ്മശക്തി അളക്കുന്ന ഒരു മത്സരമായി മാത്രമാണ് ഇവിടെ വരുന്നത്, അല്ലാതെ അറിവിൻ്റെ വിലയിരുത്തലൊന്നുമല്ല. പ്രായോഗികമായിട്ടുള്ള ലാബുകൾ വെറും ഔപചാരികമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നു. പ്ലസ് ടുവിലും ഡിഗ്രിക്കും എന്തിനാണ് ലാബ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളത് ചെയ്യണം, അപ്പോൾ അത് പാസ്സാവും. ഇതിനെ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഒരു ഫാക്ടറിയിലുള്ള വർക്ക് പോലെയാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് യുവജനങ്ങൾ ഈ സംവിധാനത്തിലേക്ക് വരുന്നു, ക്ലാസ് ഇരുന്ന് പുസ്തകങ്ങൾ, ഒരു ഉപയോഗമില്ലാത്ത പുസ്തകങ്ങൾ കൂടുതലും പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, ഡിഗ്രിയുമായി പുറത്തിറങ്ങുന്നു. പക്ഷേ തൊഴിൽ വിപണിക്ക് ആവശ്യമുള്ളതൊന്നും അവരുടെ കയ്യിൽ ഉണ്ടാകില്ല. അവർക്ക് സർട്ടിഫിക്കറ്റുകളുണ്ട്, പക്ഷേ കഴിവുകളില്ല. ആശയവിനിമയ ശേഷിയിൽ പരിശീലനമില്ല, പ്രവൃത്തി പരിചയമില്ല, നല്ല ഇന്റേൺഷിപ്പുകളില്ല, പോർട്ട്ഫോളിയോകളില്ല, വ്യവസായ ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ഇനി നിങ്ങളൊരു തൊഴിലുടമയാണെന്ന് കരുതുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലിക്ക് 2 പേര് വരുന്നു. ഒരാൾ തൃശ്ശൂരിലെ ഒരു കോളേജിൽ നിന്ന് MBA മാർക്കറ്റിംഗ് കഴിഞ്ഞയാൾ, മറ്റൊരാൾ സ്വന്തമായി പഠിച്ച് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമായി 12 ലൈവ് പ്രോജക്റ്റുകൾ ചെയ്ത ഫ്രീലാൻസർ. നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? ഉത്തരം വ്യക്തമാണ്. ഡിഗ്രികൾ അലങ്കാരമായി മാറുമ്പോൾ കഴിവുകളാണ് യഥാർത്ഥ കറൻസി. ജർമ്മനിയിലോ ഫിൻലാൻഡിലോ ഒക്കെ ഡിഗ്രികൾ പ്രായോഗിക പരിശീലനവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പഠനത്തിന്റെ ഭാഗമായി ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥികൾ കോളേജ് പഠനകാലത്ത് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നുണ്ട്. ബിസിനസ് വിദ്യാർത്ഥികൾ യഥാർത്ഥ സംരംഭങ്ങൾ തുടങ്ങുന്നു, സ്റ്റാർട്ടപ്പുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട്, യഥാർത്ഥ പണം കൈകാര്യം ചെയ്യാൻ അവർ പഠിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലോ 5 ദിവസം നീണ്ടു നിൽക്കുന്ന, ആരും വായിക്കാത്ത റിപ്പോർട്ട് എഴുതാൻ മാത്രമുള്ള ഇന്റേൺഷിപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ PG കോഴ്സിന്റെ ഫലമായിട്ട്. ഇത് വിദ്യാഭ്യാസമല്ല, അക്കാഡമിക നാടകമാണ്. വേദി ആകർഷകമായി നമുക്ക് തോന്നാം, പക്ഷെ തിരശ്ശീലയ്ക്ക് പിന്നിൽ യഥാർത്ഥ ലോകത്തിന്റെ തിരക്കഥ അഭിനയിക്കാൻ നമ്മൾ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ബിരുദധാരികൾ ഉയർന്ന മാർക്കോടുകൂടി വിജയിച്ചവരാണെങ്കിൽ പോലും പലപ്പോഴും തൊഴിലിന് യോഗ്യരല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. പരീക്ഷ പാസ്സാവുന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ അവർ പരിശീലനം നേടിയിട്ടില്ല. അവസാനം ഡിഗ്രികൾ നിറഞ്ഞ റെസ്യൂമുകളുമായി ജോലിയുടെ അഭിമുഖത്തിന് പങ്കെടുക്കുമ്പോൾ അവർക്ക് കേൾക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രവൃത്തി പരിചയമില്ല എന്നാണ്. എന്നാൽ അതെങ്ങനെ ലഭിക്കും? ഈ സംവിധാനം അവർക്കെല്ലാം നൽകി, യഥാർത്ഥ കഴിവുകൾ ഒഴികെ. ഇതാണ് വഞ്ചന. വിദ്യാർത്ഥികളിൽ നിന്നല്ല, സ്ഥാപനങ്ങളിൽ നിന്ന്. അവർക്ക് ഭാവി വാഗ്ദാനം ചെയ്ത അതേ സ്ഥാപനങ്ങളിൽ നിന്ന്. തൊഴിലുടമകൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. കൊച്ചി ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിലോ കോഴിക്കോട്ടെ ഒരു മാർക്കറ്റിംഗ് സ്ഥാപനത്തിലോ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലോ ചെന്ന് HR മാനേജറിനോട് ചോദിക്കുക, ഒരു പുതിയ ഉദ്യോഗാർത്ഥി എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് നോക്കുന്നത്? 10-ൽ 9 തവണയും ഉത്തരം ഒന്നായിരിക്കും: ടാലൻസ്. മാർക്കുകളല്ല, കോളേജിന്റെ പേരല്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ നിറമല്ല, കഴിവുകൾ മാത്രം. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ കോളേജുകളിൽ നിന്നുള്ള അപേക്ഷകരിൽ ഭൂരിഭാഗവും തള്ളിക്കളയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം അവർക്കാവശ്യമുള്ള കഴിവുകളില്ല എന്നായിരിക്കും. ഒരു കമ്പനി ഡിഗ്രിയുള്ള ഒരാളെ നിയമിക്കുമ്പോൾ നിർവചനങ്ങൾ കാണാതെ പറയുന്ന ഒരാളെ അല്ല അവർക്ക് വേണ്ടത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള, സർഗാത്മകമായി ചിന്തിക്കുന്ന, ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്ന, മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന, വേഗത്തിൽ പഠിക്കുന്ന ഒരാളെയാണ് അവർക്ക് ആവശ്യം. ആശയവിനിമയ ശേഷി, ടീമായി പ്രവർത്തിക്കാനുള്ള കഴിവ്, ഡിജിറ്റൽ സാക്ഷരത, അതായത് എക്സൽ, ക്യാൻവ, AI ടൂളുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ SEO പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അറിയുകയും പ്രശ്നപരിഹാര ശേഷി, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് എന്നിവയൊക്കെയാണ് തൊഴിലുടമകൾ പ്രധാനമായിട്ട് നോക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ കോളേജ് ഡിഗ്രികൾ ഇതിലൊന്നും വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്നില്ല. റേസർ പേ പോലെയുള്ള ആധുനിക അക്കൗണ്ടിംഗ് ടൂളുകളെ കുറിച്ച് പഠിക്കാത്ത പത്തനംതിട്ടയിലെ ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. GitHub ഉപയോഗിക്കുകയോ ഒരു ലൈവ് ആപ്പ് നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ലാത്ത മലപ്പുറത്തെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരു ബിരുദധാരി ആലോചിച്ച് നോക്കൂ. പ്രീമിയർ പ്രോയിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുകയോ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഒരു ന്യൂസ് റീൽ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലാത്ത, ആ എക്സ്പീരിയൻസ് ഇല്ലാത്ത തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച ഒരു ജേർണലിസം വിദ്യാർത്ഥിയെ സങ്കല്പിച്ചു നോക്ക്. ഇതാണ് മറഞ്ഞിരിക്കുന്ന വിടവ്. ഡിഗ്രി യോഗ്യതയുണ്ട് എന്ന് പറയുമ്പോൾ വ്യവസായ ലോകം തയ്യാറല്ല എന്ന് പറയുന്നു. വിദ്യാർത്ഥി ഇതിനിടയിൽ ആശയക്കുഴപ്പത്തിലും തിരസ്കരണത്തിലും കുറ്റപ്പെടുത്തലുകളിലും പെട്ടുപോകുന്നു. ഒരു കാലത്ത് ബിരുദധാരിയാവുക എന്നത് ഒരു സ്വപ്നമായിരുന്നു. 1980-കളിൽ ഒരു BAയോ BSCയോ മതിയായിരുന്നു സമൂഹത്തിൽ ബഹുമാനവും ശമ്പളവും വിവാഹ ആലോചനയും നേടാൻ. അതൊക്കെയാണ് ഇപ്പോഴും വലിയ സംഭവമെന്നോ ഞാനത് സപ്പോർട്ട് ചെയ്യുന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ ഇന്ന് ഡിഗ്രി ഒരു 12ാം ക്ലാസ് പാസ്സായതുപോലെയാണ്. അത് ഏറ്റവും കുറഞ്ഞ യോഗ്യത മാത്രമായി മാറി. വിപണിയിലാണെങ്കിൽ ബിരുദധാരികളുടെ പ്രളയവും. കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ വർഷവും ബിരുദം നേടുന്നുണ്ട്. സ്വാശ്രയ കോളേജുകൾ, സ്വകാര്യ സർവകലാശാലകൾ, ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ഡിഗ്രികളുടെ വിതരണം അനന്തമാണ്. എന്നാൽ നല്ല ജോലികളുടെ എണ്ണമോ ഞെട്ടിക്കുന്ന തരത്തിൽ കുറവാണ്. ഡിഗ്രി ഉണ്ടായിട്ടും ജോലിയില്ലാത്ത എത്രയോ പേരെ നമുക്കറിയാം. ബിരുദാനന്തര ബിരുദം ഉണ്ടായിട്ടും ഒരു കസ്റ്റമർ കെയർ സെന്ററിൽ ജോലി ചെയ്യുന്ന എത്ര പേർ? ബിടെക് കഴിഞ്ഞിട്ട് മാസം 3000 രൂപയ്ക്ക് ട്യൂഷൻ എടുക്കുന്ന എത്ര പേർ? എല്ലാവരും ഡിഗ്രിക്കാരാകുമ്പോൾ ഡിഗ്രിയുടെ മൂല്യം ഇടിയുന്നു. ഇതിനെയാണ് ഡിഗ്രി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു കാലത്ത് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു യോഗ്യത വളരെ സാധാരണമാകുമ്പോൾ അത് നിങ്ങളെ വേറിട്ട് നിർത്താൻ സഹായിക്കാതെ വരുന്നു. 20 വർഷം മുമ്പ് ഒരു ജോലിക്ക് BA മതിയായിരുന്നു. ഇന്ന് അതേ ജോലിക്ക് ഒരുപക്ഷെ BA, മാസ്റ്റേഴ്സ് ഡിഗ്രി, 3 വർഷത്തെ പ്രവൃത്തി പരിചയം, 4 സോഫ്റ്റ്വെയർ കഴിവുകൾ, മികച്ച ആശയവിനിമയ ശേഷി എന്നിവയെല്ലാം ആവശ്യപ്പെട്ടേക്കാം. അത് മാസം 17,000 രൂപ ശമ്പളത്തിനാണ്.
ഇത് ക്രൂരത മാത്രമല്ല, നിലനിൽപ്പില്ലാത്തൊരവസ്ഥ കൂടിയാണ്. ഇതിന്റെ എല്ലാം ഇടയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശ്രമമായ സർക്കാർ ജോലി എന്ന സ്വപ്നവും നിലനിൽക്കുന്നുണ്ട്. PSC എന്ന 3 അക്ഷരത്തിന് ഏത് PhDയെക്കാളും ഭാരമുണ്ട്. ഇത് വെറും തൊഴിലല്ല, സുരക്ഷിതത്വം, സ്ഥിരത, അന്തസ്സ് എന്നിവയെല്ലാമാണെന്നാണ് നമ്മുടെ നാട്ടുകാർ കരുതുന്നത്. സ്വകാര്യ മേഖലയിലെ അവസരങ്ങൾ കുറവായ കേരളത്തിൽ സർക്കാർ ജോലി എന്നും ഒരു സുരക്ഷിതമായിട്ടുള്ള തീരം പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഏതാനും 100 ജോലികൾക്കായി അപേക്ഷിക്കുന്നു. ഒരു പരീക്ഷ, ഒരു റാങ്ക് ലിസ്റ്റ്, ഒരു ജീവിതകാലത്തെ കാത്തിരിപ്പ്. കഴിഞ്ഞ 6 വർഷമായി PSCക്ക് തയ്യാറെടുക്കുന്ന ഒരാളോട് ചോദിച്ചു നോക്കൂ, വിജ്ഞാപനം എപ്പോൾ വരുമെന്നോ അതോ വരുമോ എന്ന് പോലും അറിയാതെ എല്ലാ ദിവസവും പഠിക്കുന്നതിന്റെ മനോവേദന. PSC പരീക്ഷകൾക്ക് കാലതാമസം നേരിടുന്നു, അനിശ്ചിതത്വം നിലനിൽക്കുന്നു, മത്സരം വളരെ കൂടുതലാണ്. ഏറ്റവും മോശം, ഇത് ഒരേ ഒരു സംവിധാനത്തെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്ലാനേ ഇവർക്കാർക്കും ഇല്ല. ഇതിനിടയിൽ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നവർ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയവർ, ഫ്രീലാൻസ് ചെയ്തവർ, ഡിജിറ്റൽ ജോലിയിൽ കഴിവ് നേടിയവർ മുന്നോട്ട് പോകുന്നു. ഞാൻ ഈ പറയുന്ന സർക്കാർ ജോലി ആഗ്രഹിച്ച് 100% PSCയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്നവരെ എല്ലാവരെയും കുറ്റപ്പെടുത്താനല്ല, പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കിട്ടാതിരുന്നിട്ട് പോലും മാറി ചിന്തിക്കാത്തവരെ കുറിച്ചാണ്. സുരക്ഷിതമല്ലാതെ ആണെങ്കിലും സത്യത്തിൽ ഈ പറയുന്ന ഫ്രീലാൻസ് ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് സുരക്ഷിതമല്ല എന്ന് പറയുന്ന ഒരു പബ്ലിക് പെർസെപ്ഷനാണ്. വേണ്ട രീതിയിൽ കഴിവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബിസിനസ് ആയാലും ഫ്രീലാൻസ് ആയാലും ജീവിതകാലം മുഴുവൻ നല്ലപോലെ ജീവിക്കാനുള്ള പൈസ ഉണ്ടാകാം. എന്നാൽ സർക്കാർ ജോലിക്ക് ലഭിക്കുന്ന സാമൂഹിക അംഗീകാരം, ഇതാണ് സത്യത്തിൽ PSC പഠിക്കുന്നവരെ തൻ്റെ കഴിവ് വേറൊരു മേഖലയിലേക്കും വിടാതെ ആ ഒരു സ്വപ്നത്തെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊരു സംസ്കാരമായി, ഒരു മതമായി, ഒരു രണ്ടാം അവസരമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇത് നമ്മുടെ കഴിവുകളെ നിശബ്ദമായി നശിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറയും. സർക്കാർ ജോലി ലക്ഷ്യമിടുന്നത് തെറ്റല്ല, പക്ഷേ അത് മാത്രമാണ് മാന്യമായ ജീവിതം നയിക്കാനുള്ള ഏക മാർഗം എന്ന് വിശ്വസിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ യുവാക്കൾ നാടുവിടുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുലർച്ചെ 3 മണിക്ക് കാണുന്ന നീണ്ട നിര പാസ്പോർട്ടും സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പറക്കാൻ കാത്തു നിൽക്കുന്നവരാണവർ. നാട്ടിൽ ലഭിക്കാത്തൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അവർ പോകുന്നു. ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള സംസ്ഥാനത്തിന് ഏറ്റവും ഉയർന്ന കുടിയേറ്റ നിരക്കുകളിൽ ഒന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എഞ്ചിനീയർമാർ ഗൾഫിലേക്ക്, നഴ്സുമാർ ജർമ്മനിയിലേക്ക്, വിദ്യാർത്ഥികൾ കാനഡയിലേക്ക്, ടെക്കുകൾ UK-യിലേക്ക്. കാരണം ഇവിടുത്തെ സംവിധാനം അവർക്ക് ഡിഗ്രി നൽകി, പക്ഷെ ഭാവി നൽകിയില്ല. അവരുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ ജോലികൾ ഇവിടെയില്ല. സംരംഭകത്വം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ധൈര്യപ്പെടുന്നവരെ ബാങ്കുകൾ വിശ്വസിക്കുന്നില്ല. സമൂഹം സർക്കാർ ജോലിക്കാരനെ അല്ലാതെ നൂതന സംരംഭകരെ ബഹുമാനിക്കുന്നില്ല. സ്വകാര്യ മേഖലയിലെ ശമ്പളം പരിതാപകരമാണ്. നമ്മളെ പോലെയുള്ളവർ എഡ്യൂക്കേഷനായിട്ട് ഇറങ്ങി പല സ്റ്റാർട്ടപ്പുകളും യൂട്യൂബും ടീച്ചിങ്ങും ആയാലും ആർക്കും ഒരു വിലയുമില്ല. ഈ സാഹചര്യത്തിൽ പ്രവാസികൾ അയക്കുന്ന പണത്തെ ആശ്രയിച്ചാണ് കേരളം നിലനിൽക്കുന്നത് എന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. എന്നാൽ ഈ പലായനത്തിന്റെ വില വളരെ വലുതാണ്. പിതാവിന് മക്കളുടെ വളർച്ച കാണാൻ കഴിയുന്നില്ല. ഭർത്താവ് വിദേശത്തായിരിക്കുമ്പോൾ ഭാര്യമാർ ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്നു. മാതാപിതാക്കളുടെ വാർദ്ധക്യം മക്കൾ വീഡിയോ കോളിലൂടെ കാണുന്നു. അവർ ആഡംബരത്തിന് വേണ്ടിയല്ല നാട് വിട്ടത്, മറിച്ച് ആത്മാഭിമാനത്തിനും അംഗീകാരത്തിനും പ്രയത്നത്തിനുള്ള പ്രതിഫലത്തിനും വേണ്ടിയാണ്. നമ്മൾ ഡോക്ടർമാരെയും നഴ്സുമാരെയും എഞ്ചിനീയർമാരെയും പരിശീലിപ്പിക്കുന്നുണ്ട്. അവർ വിദേശത്ത് സേവനം ചെയ്യുന്നു. അതേസമയം നമ്മുടെ നാട്ടിൽ ഡിഗ്രികൾ കവറുകളിലും യുവജനങ്ങൾ ക്യൂവിലും പ്രതീക്ഷകൾ നിശബ്ദതയിലും ഒരുങ്ങുന്നു. നമ്മുടെ വിദ്യാഭ്യാസം പഠിപ്പിക്കാതെ പോയ മറ്റൊരു പ്രധാന കാര്യമുണ്ട്: ജീവിതത്തെ നേരിടാനുള്ള കഴിവുകൾ. ഭൗതികശാസ്ത്രം പഠിച്ചു, സൂത്രവാക്യങ്ങൾ മനഃപ്പാടമാക്കി, പരീക്ഷകൾ പാസ്സായി, പക്ഷേ ശമ്പളം എങ്ങനെ ബജറ്റ് ചെയ്യണം, വീട്ടുടമസ്ഥനോട് എങ്ങനെ സംസാരിക്കണം, ഒരു ജോലി അഭിമുഖത്തിലെ തിരസ്കരണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊന്നും പഠിപ്പിച്ചില്ല. സ്കൂളിൽ മൈറ്റോകോൺട്രിയയെക്കുറിച്ച് പഠിച്ചു, പക്ഷേ മാനസിക സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിച്ചില്ല. കോളേജിൽ വലിയ അസൈൻമെൻറ്റുകൾ എഴുതി, പക്ഷേ ഒരു CV-യോ കോഴ്സ് ഇമെയിലോ എങ്ങനെ എഴുതണമെന്ന് പഠിപ്പിച്ചില്ല. സങ്കീർണമായ കണക്കുകൾക്ക് ഉത്തരം കണ്ടെത്തി, പക്ഷേ ജീവിതത്തിൽ ലളിതമായ സമവാക്യം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഡിഗ്രി അല്ല ജീവിതത്തിന്റെ ദിശ എന്ന് പറയുന്ന. സാമ്പത്തിക സാക്ഷരത, ഡിജിറ്റൽ ലോകത്തെക്കുറിച്ചുള്ള അറിവ്, ആശയവിനിമയ ശേഷി, മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം, തർക്കങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കണമെന്നുള്ള ചിന്ത, ഇവയൊന്നും നമ്മുടെ ഡിഗ്രികൾ നൽകുന്നില്ല. അതുകൊണ്ടാണ് പല ബിരുദധാരികളും ജീവിതത്തിൽ വഴിതെറ്റിയതായി അനുഭവപ്പെടുന്നത്. നമ്മളെ അനുസരിക്കാനാണ് പഠിപ്പിച്ചത്, ചിന്തിക്കാനല്ല. ആവർത്തിക്കാനാണ് പഠിപ്പിച്ചത്, ചോദ്യം ചെയ്യാനല്ല. വഴികൾ പിന്തുടരാനാണ് പഠിപ്പിച്ചത്, സ്വന്തമായി വഴികൾ വെട്ടാനല്ല. അതുകൊണ്ട് ജീവിതം വെല്ലുവിളി ഉയർത്തുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, മോശം മേലധികാരിയെ നേരിടേണ്ടി വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു. നമ്മൾ ദുർബലരായതുകൊണ്ടല്ല, ക്ലാസ് മുറിക്ക് പുറത്തുള്ള ലോകത്തായി നമ്മൾ പരിശീലനം നേടാത്തത് കൊണ്ടാണ്. എന്നാൽ പുതിയ തലമുറ ഉണരുകയാണ്. അവർ യൂട്യൂബിൽ നിന്നും കോഴ്സറയിൽ നിന്നും ഊടവിയിൽ നിന്നുമെല്ലാം ജീവിതത്തിനും തൊഴിലിനും ആവശ്യമായ കഴിവുകൾ നേടുന്നുണ്ട്. സംവിധാനം പരാജയപ്പെട്ടാലും തങ്ങൾ പരാജയപ്പെടുന്നില്ല എന്നവർ തീരുമാനിക്കുന്നു. ഇനി നമുക്ക് വ്യത്യസ്തമായ ഒരു ക്ലാസ് മുറി സങ്കല്പിക്കാം. അവിടെ വിദ്യാർത്ഥികൾ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നു, ആശയങ്ങൾ ചർച്ച ചെയ്യുന്നു, പോർട്ട്ഫോളിയോകൾ ഉണ്ടാക്കുന്നു, യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് പഠിക്കുന്നു. ഇത് അസാധ്യമല്ല. ജർമ്മനിയിലും ഫിൻലൻഡിലും കാനഡയിലും എല്ലാം ഇത് നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ സാധ്യമല്ല? പ്രായോഗിക പഠനം, ഉത്തരവാദിത്തത്തോടെയുള്ള ഇന്റേൺഷിപ്പുകൾ, മാർക്ക് ഷീറ്റിന് പകരം ഡിജിറ്റൽ പോർട്ട്ഫോളിയോകൾ, സാമ്പത്തികവും വൈകാരികവുമായ വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള പരിശീലനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകളുടെ സംയോജനം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആധുനിക നൈപുണ്യ അധിഷ്ഠിത ബിരുദം
നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയും. സിലബസ് പൂർത്തിയാക്കുന്നത് വരെയല്ല, പ്രശ്നപരിഹാരത്തിനെയാണ് നമുക്ക് വേണ്ടത്. പൈത്തൺ സിൻടാക്സ് മനഃപ്പാടമാകുന്നതിന് പകരം വയനാട്ടിലെ കർഷകർക്കായി ഒരു ആപ്പ് നിർമ്മിക്കാൻ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്തുന്ന സങ്കല്പിക്കുക. കൊമേഴ്സ് വിദ്യാർത്ഥികൾ മാർക്കറ്റിന് സിദ്ധാന്തങ്ങൾ എഴുതുന്നതിന് പകരം മോക്ക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്ന സങ്കല്പിക്കുക. ഓരോ ബിരുദധാരിയും ഒരു ആശയം അവതരിപ്പിക്കാൻ തയ്യാറാവട്ടെ. ഒരു വർക്കിംഗ് പ്രോട്ടോടൈപ്പുകളുമായി ഫ്രീലാൻസ് ചെയ്യാനോ സഹകരിച്ച് പ്രവർത്തിക്കാനോ പരാജയങ്ങളെ നേരിടാനോ ഉള്ള ഒരു ആത്മവിശ്വാസത്തെ ആയിരിക്കണം കോളേജ് വിട്ടിറങ്ങുമ്പോൾ സങ്കല്പിക്കേണ്ടത്. ഇത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. വിദ്യാഭ്യാസം അനുയായികളെ സൃഷ്ടിക്കാനുള്ളതല്ല, നേതാക്കളെയും പ്രവർത്തകരെയും ചിന്തകരെയും നിർമ്മാതാക്കളെയും സൃഷ്ടിക്കാനുള്ളതാണ്. ഈ കഥ കേട്ട് നിരാശ തോന്നിയേക്കാം, പക്ഷേ ഇത് ഉപേക്ഷിക്കാനുള്ള ആഹ്വാനമല്ല, ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ്. ഇന്ത്യയിലെ യുവജനങ്ങൾ മടിയരല്ല, കേരളത്തിലെ വിദ്യാർത്ഥികൾ ദുർബലരുമല്ല. പ്രതിഭയുണ്ട്, തീപ്പൊരിയുണ്ട്. അതിനെ ആളിക്കത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യം. വിദ്യാർത്ഥികൾ ക്ലാസ് മുറിക്കപ്പുറം പഠിക്കണം, കഴിവുകൾ നേടണം, ഡിജിറ്റൽ ലോകത്ത് സ്വയം ഇടം കണ്ടെത്തണം. മാതാപിതാക്കൾ കാലഹരണപ്പെട്ട വഴിയിലേക്ക് മക്കളെ തള്ളിവിടുന്ന നിർത്തണം. പരീക്ഷാ ഫലങ്ങളെയും ജോലിയുടെ പേരിനെയും മാത്രം അടിസ്ഥാനമാക്കി വിലയിരുത്തുന്നത് അവസാനിപ്പിക്കണം. അധ്യാപകരും സ്ഥാപനങ്ങളും പുസ്തകങ്ങളും മാത്രം ആശ്രയിക്കാതെ വ്യവസായങ്ങളുമായി സഹകരിക്കണം. വിദ്യാർത്ഥികൾക്ക് പരീക്ഷണം നടത്താനും പരാജയപ്പെടാനും വീണ്ടും ശ്രമിക്കാനും അവസരം കൊടുക്കുക. സമൂഹം എല്ലാ ജോലികളെയും ബഹുമാനിക്കട്ടെ. സർക്കാർ ജോലിയാണ് ഒരേ ഒരു അളവുകോൽ എന്ന ചിന്ത മാറ്റൂ. സംവിധാനം തകരാറിലാണ്, പക്ഷെ നന്നാക്കാൻ കഴിയാത്തതല്ല. ഡിഗ്രികൾ കാലഹരണപ്പെട്ടതാണ്, പക്ഷെ നിങ്ങൾ സ്വയം മൂല്യം കൂട്ടിച്ചേർത്ത അവ വിലയില്ലാത്തവയല്ല. വിടവുകളെക്കുറിച്ച് നമ്മൾ വിലപിച്ചു. ഇനി പാലങ്ങൾ പണിയാനുള്ള സമയമാണ്. അറിവും പ്രവൃത്തിയും തമ്മിൽ, മാർക്കും അർത്ഥവും തമ്മിൽ, കടലാസും ലക്ഷ്യവും തമ്മിൽ. നിങ്ങളൊരു തകർന്ന സംവിധാനത്തിൻ്റെ പരാജയപ്പെട്ട ഉൽപ്പന്നമല്ല, നിങ്ങളുടെ സ്വന്തം ജീവിതപാതയുടെ സൃഷ്ടാവാണ്. നിങ്ങൾ സ്വയം തോൽക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരു സംവിധാനത്തിനും നമ്മളെ തടയാനാകില്ല. നന്ദി.